ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിലെ 8-ാമത്തെ അധ്യായം 37 മുതലുള്ള തിരുവചന ഭാഗത്ത് ഏറെ ശ്രദ്ധേയമായ ഒന്ന് രണ്ട് പരാമർശങ്ങൾ ഈശോ നടത്തുകയാണ്. തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ഈശോ നടത്തുന്ന 3 പ്രവചനങ്ങളിൽ ആദ്യത്തെ പ്രവചനത്തോടനുബന്ധിച്ചാണ് ഈ പ്രസ്താവന ഈശോ നടത്തുക. ഒരു ക്രിസ്ത്യാനി ആരായിരിക്കണം, എന്തായിരിക്കണം എന്ന് ഈശോ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ തിരുവചന ഭാഗത്ത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണല്ലോ ക്രിസ്ത്യാനി, ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവൻ, ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ ചലിക്കുന്നവൻ. വചനം പറയുന്നത് ഇങ്ങനെയാണ്: ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം. യേശുനാഥനെ അനുധാവനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന, മറ്റു വാക്കിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ സ്വയം പരിത്യജിക്കലും കുരിശെടുക്കലും അനിവാര്യമാണ് എന്ന് തിരിച്ചറിയണം. സ്വയം പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം ഇല്ലാതാവുക എന്നാണ്. ഞാനും എൻ്റെ അഹങ്കാരവും എൻ്റെ സത്തയും ഞാൻ കെട്ടിപ്പടുത്തുയർത്തിയിരിക്കുന്ന എന്തൊക്കെയോ എൻ്റേതാണെന്ന് ഞാൻ കരുതിയിരിക്കുന്ന ജാടയുടെയും അഹങ്കാരത്തിൻ്റെയും ഒരു ലോകം, അതൊക്കെ ദൈവസന്നിധിയിൽ അടിയറ വെച്ചിട്ട് ഞാൻ ഒന്നുമല്ല തമ്പുരാനെ, ഞാൻ നിൻ്റെ ദാസൻ ദാസി മാത്രമാണ് എന്നുള്ള ഏറ്റുപറച്ചിലോടെ അവൻ്റെ സന്നിധിയിൽ അവൻ്റെ പാദാന്തികത്തിൽ നമ്മെ സമർപ്പിക്കലാണ് സ്വയം പരിത്യജിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇനിയുള്ളത് കുരിശെടുക്കലാണ്. കുരിശെന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന, നാം നെയ്തു കൂട്ടുന്ന സ്വപ്നങ്ങളുടെയും സങ്കല്പങ്ങളുടെയും ഒരു ലോകമുണ്ട്. അതൊരു നേർരേഖയായിട്ട് കടന്നു പോകുമ്പം അതിന് കുറുകെ, അതിന് ഘടകവിരുദ്ധമായി, അതിനെ ക്രോസ് ചെയ്ത് കടന്നു പോകുന്ന ദൈവത്തിൻ്റെ ഒരു ഇഷ്ടം, അതാണ് കുരിശ് എന്ന് പറയുക. അപ്പം നാം ആഗ്രഹിക്കുന്ന രീതിയിലല്ലാതെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നൊമ്പരങ്ങൾക്കെല്ലാം കുരിശുകൾ എന്ന പേര് പറയണ്ടേ. ഈശോ പറയുന്നു, നിൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കാതെ, ഞാൻ ആഗ്രഹിക്കാതെ കടന്നു വരുന്ന എല്ലാ നൊമ്പരങ്ങളും എനിക്ക് കുരിശുകളാണ് എങ്കിൽ എൻ്റെ പ്രാർത്ഥനയുടെ വിഷയം എന്താകണമെന്ന് നാം ചിന്തിക്കണം. നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിലേക്കും ഉടമ്പടി കൂടാരങ്ങളിലേക്കും ഒക്കെ പോകുന്നത് എന്തിനാ? നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ പഠനം ശരിയാകണം, എൻ്റെ കുഞ്ഞിൻ്റെ പരീക്ഷയ്ക്ക് ജയിക്കണം, വിദേശത്തേക്ക് പോകണം, അമേരിക്കയ്ക്കോ ന്യൂസിലാൻഡിനോ ഓസ്ട്രേലിയയ്ക്കോ UK ഒക്കെ പോകണം, പരീക്ഷകളൊക്കെ ജയിക്കണം, ജർമ്മൻ്റെ പരീക്ഷ B2 ലെവൽ പാസ്സാകണം, ഭർത്താവിൻ്റെ മദ്യപാനം നിൽക്കണം, ഭാര്യയുടെ സ്വഭാവം മെച്ചപ്പെടണം, മക്കളുടെ ധാരാളിത്വം ഒഴിവാകണം, മദ്യപാനത്തിൻ്റെയും ലഹരി പാനീയങ്ങളുടെയും പിന്നാലെയുള്ള പാച്ചിലുകൾ ഒഴിവാകണം, അവർ നല്ല കുഞ്ഞുങ്ങളായി തീരണം. ഇതൊന്നും ആഗ്രഹിക്കുന്നത് തെറ്റല്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ ഈശോ ആഗ്രഹിക്കുന്നത്, ക്രിസ്ത്യാനിയുടെ നിയോഗം ഇതെല്ലാം പദം പറക്കി കരഞ്ഞ് തമ്പുരാൻ്റെ പുറകെ നടക്കുക എന്നുള്ളതല്ല. നിൻ്റെ നിയോഗം ആ കുരിശുകളുമായിട്ട് അവനോടൊത്ത് നടക്കുക എന്നതാണ്. നിനക്ക് വേദനിപ്പിക്കുന്ന മദ്യപാനിയായ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ആ ഭർത്താവിനോട് കൂടെ ദൈവസന്നിധിയിലേക്ക് നീ കടന്നു വരിക. അല്ലെങ്കിൽ ആ ഭർത്താവിനെ നിൻ്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. നിൻ്റെ മക്കളുടെ ദുർനടപ്പ് നിനക്ക് പ്രശ്നമാകുന്നുണ്ടെങ്കിൽ ആ മക്കളെ ദൈവസന്നിധിയിലേക്ക് സംവഹിക്കുക. അതാണ് നിൻ്റെ കുരിശെന്ന് പറയുന്നത്. ആ കുരിശുകൾ ദൈവം അതിനെ അനുഗ്രഹങ്ങളാക്കി മാറ്റും. കുരിശുകളെ പൂമാലകളാക്കി മാറ്റും. കല്ലേറുകളെ പൂമാലകളാക്കി മാറ്റിയ വിശുദ്ധ എസ്തപാനോസിൻ്റെയും ഒക്കെ മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. ജീവിതത്തിൻ്റെ ഗദ്ഗതങ്ങളുടെ മധ്യത്തിൽ തളർന്നു വീഴാതെ, എപ്പോഴും അയ്യോഭാവം പാർട്ടിയായി മാറാതെ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുക. ഈ ലോകത്തിൻ്റെ വ്യഗ്രതകളല്ല നമ്മളെ വഴി നടത്തേണ്ടത്. സഹനത്തിൻ്റെ പാഠത്തിൻ്റെ അർത്ഥം തമ്പുരാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സഹിക്കാനുള്ള മനസ്സ്, അതാണ് നീ ഒരു പക്ഷേ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവെ, ഇനിയും ഇനിയും കൊച്ചുത്രേസ്യ പുണ്യവതി അൽഫോൻസാമയൊക്കെ നമ്മളെ പഠിപ്പിച്ചത് അതാണല്ലോ. കർത്താവെ, ഇനിയും എനിക്ക് സഹനങ്ങൾ തരിക, ഇനിയും എനിക്ക് രോഗങ്ങളും അസ്വസ്ഥതകളും തരിക. ആ വേദനകളും അസ്വസ്ഥതകളും എന്നെ നിന്നിലേക്ക് അടുപ്പിക്കട്ടെ. എൻ്റെ വേദനകളെക്കുറിച്ച് ചിന്തിക്കുമ്പം മാനസാന്തരപ്പെടാത്ത അനേകം പാപികൾക്ക് വേണ്ടിയിട്ട് ഞാനത് സമർപ്പിക്കും. എൻ്റെ കുടുംബത്തിലോ എൻ്റെ അയൽഭവനങ്ങളിലോ എൻ്റെ സഭയിലോ മറ്റേതെങ്കിലും രാജ്യത്തോ അയൽഭവനങ്ങളിലോ ഒക്കെയുള്ള
മാനസാന്തരപ്പെടാത്ത ദൈവനിഷേധികളായിട്ടുള്ള അനേകർക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് കൊച്ചു ത്രേസ്യയും അൽഫോൻസാമ്മയും ഒക്കെ നമ്മളെ പഠിപ്പിച്ച്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണീരൊന്നും വൃഥാവിലാകില്ല. നിൻ്റെ കണ്ണീരെല്ലാം കുപ്പിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന തിരിച്ചറിവോടുകൂടി ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാം. അനുദിനം നിൻ്റെ കുരിശുമെടുത്ത് അവൻ്റെ പിന്നാലെ പോകാനുള്ള തീരുമാനം. നിൻ്റെ വ്യഗ്രത ലോകത്തിൻ്റെതാകുമ്പം തുറന്നുള്ള വചനം പറയുന്നുണ്ട്, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പാക്കിയാലും നിനക്ക് എന്ത് ഗുണം? ഈ ലോകത്തിൻ്റെ വ്യഗ്രതകളിൽ പെട്ടുഴലുന്നവർക്കുള്ള താക്കീതാണ്. ലോകം മുഴുവൻ നിൻ്റെ സമ്പത്ത് കൊണ്ട് നീ നേടും, നിൻ്റെ ചുറ്റുവട്ടങ്ങൾ കൊണ്ട് നേടും, നിൻ്റെ സൗകര്യങ്ങൾ കൊണ്ട് നീ നേടിയെടുക്കും. പക്ഷെ നിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തുക. സ്വന്തം ആത്മാവിന് പകരമായിട്ട് നീ എന്ത് കൊടുക്കും? ഇത് ദൈവസന്നിധിയിലെ പുനർവിചിന്തനം നടത്താൻ നമുക്ക് സാധിക്കട്ടെ. ഈശോസഭയുടെ സ്ഥാപകനായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെ മാനസാന്തരത്തിലേക്ക് നയിച്ച ഈ വചനം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അടിത്തറയായിട്ട് തീരട്ടെ. നിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ നീ നേടിയതെല്ലാം വൃഥാവിലാകില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തമ്പുരാനോടൊത്ത് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അവൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ജീവിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെവിടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.